കുവൈറ്റിൽ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ പാചകവാത സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും കാരണം അതല്ലെന്നാണ് കുവൈറ്റ് അഗ്നിരക്ഷാ സേന കണ്ടെത്തിയിരിക്കുന്നത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ശരിയല്ലെന്നാണ് അഗ്നിരക്ഷാസേനയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം വെള്ളിയാഴ്ച ഒരാൾ കൂടി മരിച്ചതോടെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 50 ഉയർന്നു. ദുരന്ത സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേന അറിയിച്ചു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്തിമ നിഗമനത്തിൽ എത്തിയത്. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി കുവൈറ്റ് ഫയർഫോഴ്സ് കേണൽ പറഞ്ഞു. മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി. ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു. 6 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടി ആയതിനാൽ സംഭവ സമയത്ത് 176 പേർ ക്യാമ്പിലുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല. സ്റ്റെയർ വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി. അപകടം ഉണ്ടായ സമയവും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി എന്നാണ് ഫയർഫോഴ്സിന്റെ നിഗമനം. പുലർച്ചെ 4:30 തീ പടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു. തീ പടർന്നതിനു പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത്. പൊള്ളലേറ്റ് മരിച്ചതു 2 പേർ മാത്രമാണ്. 47 പേരും മരിച്ചത് പുക ശ്വസിച്ചെന്നാണ് NBTC കമ്പനി പ്രതിനിധി അറിയിച്ചത്. ദുരന്തത്തിൽ മരിച്ച 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ മൃതദേഹങ്ങളിൽ ആദരാഞ്ജലി അർപ്പിച്ചു. മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസുകളിൽ വീടുകളിലേക്ക് കൊണ്ടുപോയി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത നഷ്ടമാണിതെന്ന് മൃതദേഹം ഏറ്റുവാങ്ങും മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുവൈറ്റ് സർക്കാർ ഫലപ്രദവും കുറ്റമറ്റതുമായ നടപടികൾ സ്വീകരിച്ചു. തുടർ നടപടികളും കുറ്റമറ്റ രീതിയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെന്റും ശരിയായ രീതിയിൽ ഇടപെട്ടു. ഇനി ഇതുപോലൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയോടെയുള്ള നടപടികൾ ഉണ്ടാവണം. കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈറ്റ് സർക്കാർ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും അത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റും വേഗത കൂട്ടാൻ ശ്രമിക്കണമെന്നും പിണറായി പറഞ്ഞു.